ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി ഇന്ന് വിധി പറയും. ജാമ്യം കിട്ടിയാൽ ഇന്ന് തന്നെ കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ദുർഗിൽ നിന്ന് ചേരുന്നു. അതുപോലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി ചേരും. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരാളൊരു സന്ദേശം വെച്ചു ശ്രീനാഥ്. അതായത് പ്രോസിക്യൂഷൻ ഇവരുടെ ജാമ്യത്തെ എതിർത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത വാർത്തകൾ കൊടുക്കുന്നത്, എതിർത്തു എന്ന രീതിയിൽ? ശ്രീനാഥ് ചന്ദ്രൻ, നമ്മൾ ദുർഗിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ എതിർത്തിരുന്നു. തീർച്ചയായും പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തിരുന്നു. പക്ഷേ അവർക്ക് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നൊരു നിലപാടെടുത്തു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംശയം ആളുകൾക്ക് തോന്നാനുള്ള കാരണം. പക്ഷേ കേസിൻ്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തത്. അതേസമയം കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നൊരു നിലപാട് കൂടി അവർ എടുത്തു എന്നതാണ് അങ്ങനെ ഒരു സംശയത്തിന് കാരണമായി മാറിയത്. ഏതായാലും നമുക്കറിയാം, 2 ദിവസം മുമ്പാണ് മാലേഗാവ് സ്ഫോടന കേസിൽ കോടതിയുടെ മറ്റൊരു NIA കോടതിയുടെ, മുംബൈയിലെ കോടതിയുടെ സുപ്രധാനമായ വിധി വന്നത്. അത് ഞാൻ പരാമർശിക്കാൻ കാരണം അതിൽ കോടതി നടത്തിയ ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട്. ഏതെങ്കിലും ഒരു ഊഹാപോഹത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുബോധത്തിൻ്റെ പേരിലോ ഒന്നും തന്നെ ആരെയും ശിക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. തെളിവുകളാണ് വേണ്ടത് എന്നതാണ് കോടതി ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ആ കേസിൽ പറഞ്ഞത്. അതേ വാദം തന്നെ ഈ കേസിലും യഥാർത്ഥത്തിൽ വാദിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. കാരണം ഇന്നേ ദിവസം വരെ കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ്, ഈ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് കേസ് ഒരു പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തത്. കേസ് ഡയറി കോടതി ഇന്നലെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിറാജുദ്ദീൻ ഖുറേഷി NIAയുടെ ജഡ്ജിയാണ് ഈ കേസിൽ ഇന്നിപ്പോൾ വിധി പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ 11 മണിക്ക് ശേഷം ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കും, വിധി പറയാൻ വേണ്ടി പരിഗണിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ അഭിഭാഷകരുടെ പ്രധാനപ്പെട്ട വാദം ഇത് തന്നെയായിരുന്നു. എന്തെങ്കിലും ഒരു തെളിവ് ഈ കേസിലില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുമില്ലാതെ വെറും ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് കടക്കാൻ ഇതുവരെ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആ ഒരു നിലപാട്. അത് കോടതിക്കും ഒരു പരിധിവരെ അത് അംഗീകരിച്ച് നൽകേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. ഏതാണ്ട് 9 ദിവസം കഴിഞ്ഞു, 10ാം ദിവസമാണ് അവരിങ്ങനെ ജയിലിൽ തുടരുന്നത്. എന്തെങ്കിലും ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരായതിനു ശേഷം ജയിലിലേക്ക് പോകേണ്ടി വന്നവരാണ്. അത് നിയമത്തിൻ്റെ കുരുക്ക് കൂടുതൽ മുറുക്കിക്കൊണ്ടാണ് NIAയുടെ പരിധിയിലേക്ക് ഈ കേസിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമം നടത്തിയത്. അങ്ങനെയാണ് NIA കോടതിയിലേക്ക്, യഥാർത്ഥത്തിൽ ഈ കേസ് NIA കോടതിയിലേക്ക് എങ്ങനെ പോയി എന്നതുപോലും ഒരു തർക്ക വിഷയമാണ്. ഏതായാലും അതവിടെ എത്തി. ഈ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അത് ഉണ്ടായില്ല. അതേസമയം കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയും എന്തിന് ഈ ജയിലിൽ ഇങ്ങനെ തുടരണം എന്ന ചോദ്യമാണ് ഈ സിസ്റ്റേഴ്സിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ ശുഭകരമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി അവർക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും എന്നതാണ് അറിയുന്നത്. താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം കാര്യം ഈ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തില്ല എന്ന നിലപാട് ആദ്യമേ തന്നെ രാജീവ് ചന്ദ്രശേഖർ എടുത്തിരുന്നു. അതേസമയം ഈ കന്യാസ്ത്രീകളുടെ ജയിൽ വാസം തുടരുന്നതിൽ സഭകൾക്കും കുടുംബത്തിനും ഒക്കെ തന്നെ വലിയ അസ്വാസ്ഥ്യമുണ്ട് എന്ന് നമുക്കറിയുന്നു. ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അജീഷ്, ഗുഡ് മോർണിംഗ്. അജീഷ്, ഇന്ന് ജാമ്യം കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണല്ലോ ഈ കുടുംബം. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ NIA കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുമെന്ന് തന്നെയാണ്. ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ചില കോടതി നടപടികൾ കൂടി ബാക്കിയുണ്ട്. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ NIA കോടതി, പ്രത്യേക കോടതിയുടെ ഉത്തരവുമായിട്ട് ജയിൽ സൂപ്രണ്ടിനെ ഉത്തരവ് ഏൽപ്പിക്കണം. തുടർന്ന് മാത്രമേ ഈ മോചനം സാധ്യമാകുകയുള്ളൂ. അതിന് കുറച്ച് സമയം ആവശ്യമുണ്ട്. എന്തായാലും ജാമ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും കരുതുന്നത്. കാരണം ഇന്നലെ കോടതിയിൽ 12 മിനിറ്റ് ആണ് ആകെ ഈ കോടതി നടപടി നീണ്ടു നിന്നത്. കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം കോടതി വിശദമായിട്ട് തന്നെ വാദം കേട്ടു. ബജ്രംഗ് ദൾ അഭിഭാഷകൻ സ്വാഭാവികമായിട്ട് തന്നെ ജാമ്യാപേക്ഷ എതിർത്തിരുന്നു. അതിനുശേഷം ഈ പ്രതിഭാഗം അഭിഭാഷകൻ അമൃതോദാസ് വിശദമായിട്ട് തന്നെ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനായി എന്ന് പറയുന്നുണ്ട്. കാരണം 2 പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് മനുഷ്യക്കടത്ത്, മറ്റൊന്ന് ഈ മതപരിവർത്തനം. ഈ 2 കുറ്റങ്ങളും അത് കള്ളമാണ് എന്ന് തെളിയിക്കാൻ
പ്രതിഭാഗത്തിനായി എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ പെൺകുട്ടികളുടെ പ്രായം 18 വയസ്സ് തികഞ്ഞതാണെന്നതിന്റെ രേഖകൾ ഹാജരാക്കി. ഒപ്പം തന്നെ ഇവർ ക്രൈസ്തവ വിശ്വാസികളാണെന്നതിന്റെ രേഖകളും ഹാജരാക്കി. സ്വാഭാവികമായിട്ടും അപ്പോൾ തന്നെ ഈ മതപരിവർത്തന നിരോധന നിയമം എന്നുള്ളൊരു അത് നിലനിൽക്കില്ല. മാത്രമല്ല ഈ പെൺകുട്ടികൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെയാണ് വീട് വിട്ട് ആഗ്രയിലേക്ക് പോകാൻ ഇറങ്ങി വന്നതെന്നുള്ളൊരു മൊഴിയും ഇവർ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ മനുഷ്യക്കടത്ത് എന്നുള്ളതിൻ്റെ ഈ വകുപ്പും നിലനിൽക്കില്ല. അങ്ങനെ ഇതെല്ലാം കോടതിയിൽ കൃത്യമായിട്ട് ബോധിപ്പിക്കാനായി എന്ന് മനസ്സിലാക്കുന്നു. പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളൊന്നും എതിർത്തിട്ടുമില്ല. സ്വാഭാവികമായിട്ട് തന്നെ കോടതിക്ക് ഇത് ഒരുപക്ഷെ മനസ്സിലാക്കി ഇവർക്ക് ജാമ്യം നൽകിയേക്കാം എന്നാണ് ഈ അഭിഭാഷകരും ഒപ്പം തന്നെ നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും. ഈ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോസിക്യൂഷൻ ഏറ്റവും ഒടുവിൽ ഇതിനെ എതിർത്തു എന്ന് പറയുമ്പോൾ പോലും ചില നടപടികൾ അവർ പ്രോസിക്യൂഷൻ കണ്ണടച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ. പക്ഷേ ചില കേസുകളിലൊക്കെ ഈ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കുന്ന സംഭവങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ടും ചില ഛത്തീസ്ഗഡിലെ ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട് ഈ കേസിന്. ബജ്രംഗ് ദൾ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഒരു പോഷക സംഘടന പോലെ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. സ്വാഭാവികമായിട്ടും അവരെയും പിണക്കാതെ വേണം BJPക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. അതുകൊണ്ടാണ് ഈ പ്രോസിക്യൂഷനെ എതിർത്തതെന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടത് പക്ഷേ MPമാരും UDF MPമാരും ഒക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടും അവരെന്തുകൊണ്ട് എതിർത്തു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണെന്നാണ് ചിലരൊക്കെ പറയുന്നത്. അതായത് ഇവിടെ ഉള്ളവരെ പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നിലപാട് ഛത്തീസ്ഗഡ് സർക്കാർ പോലീസും എടുത്തത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ അതിനു മുമ്പ് എടുത്ത നടപടികളൊക്കെ സ്വാഗതാർഹമാണെന്ന് റായ്പൂർ അതിരൂപത വക്താവ് തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. എന്തായാലും എല്ലാവരുടെയും കണ്ണുകൾ എന്തായാലും പ്രത്യേക NIA കോടതി മുറിക്കുള്ളിലാണ്. കാരണം ഇന്ന് ഈ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാനാകും എന്നുള്ളതാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെ തുടരുകയാണത്. തുടക്ക ദിവസം മുതൽ ഈ വെള്ളിയാഴ്ച ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായി. അതിനുശേഷം ഈ വാർത്ത പുറത്തു വന്നു. അതിന് പിന്നാലെ പല നേതാക്കളും ഇങ്ങോട്ടേക്ക് നിയമസഹായത്തിനായി ഓടിയെത്തിയിരുന്നു. സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെയും പ്രീതി മേരിയുടെയും ബന്ധുക്കളടക്കം ഇവിടെ തുടരുന്നുണ്ടായിരുന്നു. ഈ നിയമസഹായവുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ നേതാക്കളും UDFന്റെയും LDFന്റെയും BJPയുടെയും നേതാക്കളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരായിരുന്നു ഈ നിയമസഹായമൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാം ഇവിടെ തുടരുകയാണ്. ഇന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അവരൊക്കെ തന്നെ ജയിലിൽ എത്തുകയും ചെയ്യും. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MPമാർ ഇന്നലെ ഇവിടെ എത്തിയിരുന്നു. അവർ ഇന്ന് ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.